സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം അതീവ ദുഃഖത്തിലാണ്, എന്നാൽ വിഷമങ്ങളെ അതിജീവിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്ത് സംവിധാനം വേണം. കൃത്യമായ പ്രവചനങ്ങളിലൂടെ ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. വിഷമിച്ചിരുന്നാൽ മതിയാവില്ല, നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത്? പ്രത്യേകിച്ചും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിമർശനം എന്താണ്? ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിലാണ് ആഘോഷം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചത്. മാത്രവുമല്ല, വിഷമിച്ചിരുന്നാൽ മതിയാകില്ലെന്നും നമുക്ക് അതിജീവിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. നാടിന്റെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാകണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടയിൽ ചെറിയ ചില വിമർശനങ്ങളും ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഒന്നാമത്തെ കാര്യം, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ഈ പൊതുവായ ശാസ്ത്രാവബോധത്തിൽ കോട്ടമുണ്ടാകുന്നു എന്നത് കാണാതെ പോകരുതെന്ന് മുഖ്യമന്ത്രി ഇന്ന് വിമർശിച്ചു. അന്ധവിശ്വാസങ്ങളുടെ ദുരാചാരങ്ങളുടെ പ്രാകൃത അനുഷ്ഠാനങ്ങളുടെ പുനർജീവനത്തിലേക്ക് പോലും പോകുന്നുവെന്നും ഏതിരുണ്ട ഘട്ടത്തെയാണോ താണ്ടിയത് ആ പുതുകാലത്തേക്ക് വന്നത് ആ കാലത്തിന്റെ അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചത് ഒന്നാമത്തെ വിമർശനം. രണ്ടാമത്തെ വിമർശനം ഈ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് തന്നെയാണ്. ഈ ശാസ്ത്രാവബോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്താണ് മുഖ്യമന്ത്രി ആ വിമർശനവും ഉന്നയിച്ചത്. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വയനാടടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു കുറ്റപ്പെടുത്തലായി ഉയർത്തി. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നും നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ടി ഇടപെടലുകൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു. ഒപ്പം ഈ വ്യത്യസ്ത പ്രദേശങ്ങളുടെ സമതുലിതമായ വികസനമാണ് വേണ്ടതെന്നും അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളടക്കം തുല്യമായി വിതരണം ചെയ്യണമെന്നും മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. വേണോ? ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.